അങ്ങനെ ഉസ്ബെക്കിസ്ഥാൻ ഫ്ലാഗ്. നമ്മൾ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലുള്ളൊരു പാർക്കാണിത്. പിന്നെ എത്തിയത് നമ്മൾ ചിങ്കം മൗണ്ടെയിൻ. അവിടുത്തെ കേബിൾ കാറൊക്കെ കാണാൻ അടിപൊളിയാണ് മോനെ, എന്നാ വ്യൂ ആണെന്നറിയോ. പിന്നെ എത്തിയത് ഹസ്രത്ത് ഇമാം കോംപ്ലക്സ്. ഇൻഡിപെൻഡൻസ് സ്ക്വയറിലുള്ളൊരു സ്റ്റാച്യു ഓഫ് മദറാണിത് ഇപ്പോൾ കണ്ടത്. അമൃത്സർ സ്ക്വയറിലുള്ളൊരു സ്ട്രീറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മാജിക് സിറ്റി. ഇവിടെ ഒരു അയാ പ്രൊജക്റ്റിലാണ് ഞാൻ കയറിയത്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇത് സമർക്കന്ത് ഖനീം മോസ്ക്, ഭയങ്കര വലുതാണ്, അടിപൊളിയാണ് കാണാൻ. ഇത് ഷർവക് ലേക്ക് കേട്ടോ, കാണാൻ ഭംഗിയുണ്ട്. ഇത് ബെഷ് കുസോൺ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഫുഡ്, ആ ഒരു കിച്ചനാണ്, ഭയങ്കര വലുതാണ്. ഇതാണ് ആ സാധനം, സിഗർ ഓഷ്. അവിടുത്തെ ബീഫിൻ്റെ മാത്രമുള്ള ഒരു ഐറ്റം എന്ന് ചോദിച്ചപ്പം കിട്ടിയൊരു ഐറ്റമാണിത്. കൊള്ളാം. ഒരു ചിക്കൻ്റെ ബീഫിൻ്റെ റോ ടേസ്റ്റും പിന്നെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള എന്താ പറയുക റൈസൊക്കെ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റും ഉണ്ടാവും. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഭയങ്കര ഓയിലിയും അതൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റ്. വെഡ്ഡിങ് പുലാവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഐറ്റം കഴിച്ചായിരുന്നു. അതിൽ മട്ടനും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ മട്ടൻ കഴിക്കില്ലായിരുന്നു. താഷ്കന്റ് മോൾ, വൺ ഓഫ് ദി ലാർജസ്റ്റ് മോളാണ് അവിടുത്തെ. അവിടെ നല്ല ക്രൗഡാണ്, അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് പോയതാണ് ഇവിടെ ചോർസു ബസാർ. ഇത് ഭയങ്കര വലിയ മാർക്കറ്റാട്ടോ. ഇതിലും കൂടുതൽ ആൾക്കാർ പുറത്തും വലിയ മാർക്കറ്റാണ്. ഇതതിൻ്റെ ബാക്കിലുള്ള ഫുഡ് സെൻ്ററാണ്. പലവിധം ഫുഡ് ഉണ്ടെങ്കിലും ഞാൻ ഒന്നാണ് ട്രൈ ചെയ്തത്. അതിൻ്റെ പേര് ഖനൂൻ എന്നാണ്. ഖനൂൻ. ഇവിടെ ഇത് തലയോട്ടിയൊക്കെയാണ്, അവിടുത്തെ ഒരു സ്പെഷ്യൽ ബ്രെഡാണ്. ഇതാണ് ഖനൂൻ. ഇത് മൊത്തത്തിൽ റാൻഡമായിട്ട് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ പറയേണ്ടായിരുന്നത്. ഇത് ബീഫ് ബാർബിക്യൂ. ഇതെന്താണെന്നറിയാമോ? ഇത് ഹോസ് മീറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റിലും ഇതൊരു കോമൺ ആയിട്ടുണ്ടാകും, ബീഫ് പോലെ. വേറെയും കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഞാനൊരു സ്ഥിരം വ്ളോഗർ അല്ലാത്തതുകൊണ്ട് വ്ളോഗിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റൈലെല്ലാം എടുത്തേക്കുന്നത്. ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇതൊക്കെ അവിടുത്തെ മാർക്കറ്റാണ്, ഒരു വലിയ മാർക്കറ്റാണ് മൊത്തത്തിൽ. സിറ്റി മോളിലും ചോർസു ബസാറിൻ്റെ ഇടയിൽ ഒരു സർക്കസ് ഉണ്ട്. അവിടെ കുറേ ആൾക്കാരുണ്ട്, ഞാൻ കയറിയില്ല. ഇന്ത്യൻ കറൻസിയേക്കാളും ഭയങ്കര മൂല്യം കുറവാണ് സോമിന്. മൊത്തത്തിൽ നീറ്റ്നെസ്സൊക്കെ അടിപൊളിയാണ്. അവിടുത്തെ ഒരു യൂറോപ്യൻ സ്റ്റൈലൊക്കെ തന്നെ. മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നില്ല, ബട്ട് അവിടെ മഞ്ഞ് വീഴ്ചയും മൊത്തത്തിലെല്ലാം ഉണ്ടാവുന്നതാണ്. പിന്നെ അവിടുന്ന് സ്ഥിരമായിട്ട് അവരുടെ ഒരു നോർമൽ ഫുഡ് എന്ന് പറയുന്നത് സോംസാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് സാധനങ്ങൾ കഴിച്ചായിരുന്നു, പക്ഷെ അതിനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അവിടുത്തെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത് ബീഫാണ്. എല്ലാത്തിനും ബീഫാണ് അവരുടെ മിക്സ്. ഭയങ്കര ഒരുപാട് മസാലയൊന്നും ഇല്ലാത്ത റോ ടേസ്റ്റ് വരുന്ന ഒരു ബീഫും പിന്നെ അതിൻ്റെ ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു ബ്രെഡും പിന്നെ ഇങ്ങനെ റൈസ് കാര്യങ്ങൾ, അതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, ബട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പല വിധം ഡിഷസും അടിപൊളിയാണ്. പിന്നെ മുടോട്ടെന്ന് പറയുന്നത് ഇമാം ബുഖാരീൻ്റെ പള്ളി എടുത്തു കൊടുക്കുക. അവിടെ പോകാൻ പറ്റിയില്ല. അവിടുത്തെ നാട്ടുകാർക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷ് അറിയില്ല, അതൊരു പ്രശ്നമാണ്. ബട്ട് നമുക്ക് മാനേജബിളാണ്, ട്രാൻസ്ലേറ്ററൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവിടുത്തെ പൈസ 1,00,000ഒക്കെയാണ് അതിൻ്റെ റേറ്റൊക്കെ വരുന്നത്. നമ്മുടെ ഇന്ത്യൻ മണ്ണിനേക്കാളും മൂല്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ കിട്ടും. 1,00,000, 1,50,000 അത് കൊടുക്കാൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ബൈ.